ഇപ്പോൾ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. പത്തനംതിട്ട തിരുവല്ലയിൽ +2 വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവല്ല കാവുംഭാഗം സ്വദേശിയാണ് മരിച്ചത്. ആൺസുഹൃത്തും SDPI പ്രവർത്തകനുമായ ജാവേദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി ഗോകുൽ രമേശാണ് ചേരുന്നത്. ഗോകുൽ, എന്താണ് സംഭവിച്ചത്? ഈ +2 വിദ്യാർത്ഥിനി തൂങ്ങി മരിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് പോലീസ് നൽകുന്ന വിശദീകരണം. നിലിമ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് ഈ പെൺകുട്ടി തിരുവല്ല കാവുംഭാഗം സ്വദേശിനിയായിട്ടുള്ള അപർണ രമേശ് എന്ന് പറയുന്ന 17-കാരി വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തായിട്ടുള്ള ജാവേദ് എന്ന് പറയുന്ന പത്തനംതിട്ട വായ്പൂർ സ്വദേശിയായിട്ടുള്ള യുവാവിനെ തിരുവല്ല പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പോലീസ് പറയുന്നതനുസരിച്ച് ഈ യുവാവും ഈ പെൺകുട്ടിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് പറയുന്നു. തുടർന്ന് ഇന്ന് മോഡൽ പരീക്ഷയായിരുന്നു ഈ പെൺകുട്ടിക്ക്. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴി ഈ തിരുവല്ല ഭാഗത്ത് വഴിയിൽ വെച്ച് ഇരുവരും കണ്ടുമുട്ടുകയും തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കത്തിലാവുകയും ചെയ്തു. ഇവർ തമ്മിൽ പിരിയുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പെൺകുട്ടി പോയതെന്നാണ് പറയുന്നത്. അതിനുശേഷം വീട്ടിലെത്തി സ്വന്തം ഷാൾ ഉപയോഗിച്ചുകൊണ്ട് കഴുത്തിൽ കുരുക്കിയിട്ട് തൂങ്ങി മരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഈ സംഭവം നടക്കുന്ന സമയം ഈ ജാവേദ് എന്ന് പറയുന്ന ഈ യുവാവ് അവിടെ ഓടിയെത്തുകയും തുടർന്ന് ഈ ജാവേദാണ് ഈ ഷാൾ മുറിച്ച് പെൺകുട്ടിയെ ചുമലിലേറ്റിക്കൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് നോക്കിയത്. ആ സമയം അവിടെ നാട്ടുകാരും പ്രദേശവാസികളും ഒക്കെ ഓടിക്കൂടുകയും തുടർന്ന് അവർ കൂടി ചേർന്നുകൊണ്ട് പെൺകുട്ടിയെ തിരുവല്ലയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഒപ്പം ഈ ജാവേദിനെ അതിനുശേഷമാണ് തിരുവല്ല പോലീസ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഒരുപക്ഷെ ആ രീതിയിലേക്ക് നടപടികൾ സ്വീകരിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ യുവാവ് നിരീക്ഷണത്തിലാണ്, കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത്. ഇയാള് ഈ പെൺകുട്ടിക്കും ഈ പെൺകുട്ടിയുടെ സഹോദരനും 2 മൊബൈൽ ഫോണുകൾ വാങ്ങി നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ തർക്കമുണ്ടായ സമയത്ത് ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും ഈ മൊബൈൽ ഫോൺ വാങ്ങി റോഡിൽ എറിഞ്ഞ് പൊട്ടിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ പെൺകുട്ടിയുടെ സഹോദരന് വാങ്ങി നൽകിയിട്ടുള്ള മൊബൈൽ ഫോണ് ജാവേദ് തിരികെ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. അതിനുശേഷമാണ് ഈ പെൺകുട്ടി വീട്ടിലെത്തി ഇങ്ങനെ ജീവനെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇയാൾ ഈ വായ്പൂർ ഭാഗത്തെ SDPI പ്രവർത്തകനാണെന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ കേരള സ്റ്റോറിയൊക്കെ ചർച്ചയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സമാനമായ സംശയങ്ങൾ ഉന്നയിക്കുന്ന രീതി അല്ലെങ്കിൽ സംശയങ്ങൾ ഉന്നയിക്കാവുന്ന രീതിയിലുള്ള സംഭവവികാസം ഇപ്പോൾ തിരുവല്ലയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തി വരികയാണ്. വരുന്ന മണിക്കൂറുകളിൽ ഗോകുൽ, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമുക്ക് സമാഹരിക്കേണ്ടതുണ്ട്. കാരണം ഈ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ടൊക്കെ അതിനെ വിമർശിക്കുന്നവർ പറയുന്നത് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു കാര്യം ഈ നാട്ടിലില്ല, കേരളത്തിന്റെ നിഘണ്ടുവിൽ പോലും അങ്ങനെ ഒരു സംഗതിയില്ല എന്നാണ്. പക്ഷേ നമുക്ക് ചുറ്റും എത്രയോ കേസുകളാണ് ഇങ്ങനെ വരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ +1 വിദ്യാർത്ഥിനിയായ അപർണ ആത്മഹത്യ ചെയ്തു. പ്രതി ആയി നിൽക്കുന്നത് SDPI പ്രവർത്തകനായ ജാവേദാണ്. അപ്പോൾ വെറും പ്രണയം മാത്രമല്ല, ഇതിനൊക്കെ പിന്നിൽ വളരെ വലിയ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. പല കേസുകളും എടുത്ത് പരിശോധിച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഘടകം ഈ ആത്മഹത്യക്ക് പിന്നിലുണ്ടോ എന്ന് അടക്കം വിശദമായ അന്വേഷണത്തിന് വരേണ്ടതുണ്ട്. അത്തരത്തിലുള്ളൊരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ? നിലവിൽ തിരുവല്ല DYSP വ്യക്തമാക്കിയതനുസരിച്ച് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളതായിട്ടാണ് പറയുന്നത്. ഈ യുവാവിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിരുന്നു, രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ പോലീസ് അത്തരം വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. കൂടുതൽ അന്വേഷിക്കുകയാണ്. പയ്യൻ നിരീക്ഷണത്തിലാണുള്ളത് എന്ന് മാത്രമാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇവർ തമ്മിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് പ്രണയത്തിലായിരുന്നു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്തെങ്കിലും രീതിയിലുള്ള ഈ ചതി ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി പരിശോധിക്കേണ്ടത്. എന്തായാലും പരീക്ഷ കഴിഞ്ഞ് മടങ്ങി വരുന്ന വേളയിലാണ് ഇത്തരത്തിലൊരു സംഭവം. ഇവർ തമ്മിൽ തർക്കമുണ്ടാവുകയും മൊബൈൽ ഫോണുകളൊക്കെ എറിഞ്ഞു പൊട്ടിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും കുട്ടിയുടെ വീട്ടുകാർ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വീട്ടുകാരുടെ അടക്കം പ്രതികരണങ്ങൾ നമുക്ക് തേടാവുന്നതാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 17 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിക്കാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. സ്വന്തം ഷാളിലാണ് കെട്ടി തൂങ്ങി മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇത്തരം ഈ ഒരു സമുദായ ജാവേദിനെ പോലെയുള്ള യുവാക്കൾ ഇത്തരത്തിൽ ഹിന്ദു പെൺകുട്ടികളുടെ നേർക്ക് ഈ രീതിയിലുള്ള ചതിക്കുഴികളൊക്കെ കുഴിക്കുന്ന സംഭവങ്ങൾ അനവധി കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും അതിന്റെയൊക്കെ തുടർച്ചയായിട്ട് ഈ സംഭവത്തെ കൂടി ഉൾപ്പെടുത്താം എന്നുള്ള രീതിയിൽ സംശയം ജനിപ്പിക്കുന്ന സാഹചര്യങ്ങളും തെളിവുകളുമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ വിശദമായിട്ടുള്ള അന്വേഷണത്തിന് ശേഷം കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ജാവേദിന്റെ അറസ്റ്റ് അടക്കം വരുന്ന ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയേക്കാനും സാധ്യതയുണ്ട്. എന്തായാലും ജാവേദിനെ കൂടുതൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് തിരുവല്ല പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഓക്കെ ഗോകുൽ, വളരെ ഗുരുതരമായ ആരോപണങ്ങൾ
വളരെ ഗുരുതരമായ പ്രശ്നമാണ് തിരുവല്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരുന്നത്. +2 വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തിരുവല്ല കാവുംഭാഗം സ്വദേശി അപർണയാണ് മരിച്ചത്. ആൺ സുഹൃത്തും SDPI പ്രവർത്തകനുമായ ജാവേദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഗോകുൽ രമേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.